മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന്, അമേരിക്കയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത. മറ്റൊന്ന്, നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത. ജിഹാദികള് ഭീകരാക്രമണത്തിന് നമ്മുടെ തലസ്ഥാനത്ത് വലിയ പദ്ധതിയിട്ടോ അത് തകർത്തതിനെ കുറിച്ചും അതിലെ ആ ജിഹാദികളുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഏത് തരത്തിലാണ് ആ ഒരു ആക്രമണത്തിലേക്ക് എത്തിയത് ഉൾപ്പെടെ അതെങ്ങനെ തടഞ്ഞു എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അമേരിക്കയുടെ തലസ്ഥാന നഗരിയിൽ നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് മുന്നോട്ട് വെക്കാം. ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയുന്നു, രണ്ട് ഭരണാധികാരികളുടെ നിലപാടുകളുടെ റിസൾട്ട് കൂടിയാണ് ഈ ആക്രമണവും ഈ രണ്ട് വാർത്തകൾ എന്നുള്ളതും ആദ്യമേ തന്നെ സകലരും തിരിച്ചറിയാം. വാഷിംഗ്ടൺ DC-യിൽ ജിഹാദി അനുകൂലി പലസ്തീൻ അനുകൂലെ ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് രണ്ട് ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ജൂത മ്യൂസിയത്തിന് അടുത്തു വെച്ചാണ് ഈ കൊലപാതകം, ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള വാഷിംഗ്ടൺ DC-യിലെ ജൂത മ്യൂസിയത്തിന് അടുത്തു വെച്ച് പോലും ജിഹാദി പലസ്തീൻ അനുകൂലി ഭീകരവാദി ആക്രമണം നടത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക എവിടെ എത്തിയിരിക്കുന്നു? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞെട്ടലോടെയാണ് ആ വാർത്ത കണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയ സായുധ പോരാട്ടത്തിലൂടെ പിടിച്ചെടുത്തിട്ടുള്ള ഒരു ഭരണാധികാരി അബൂ മുഹമ്മദ് അൽ ജോലാനി ആ ഭീകരനുമായിട്ട് കൈ കൊടുക്കുന്ന ഒരു ഫോട്ടോ വലിയ ഞെട്ടലോടെയാണ് ആ കൂടിക്കാഴ്ചയെ നമ്മളൊക്കെ തന്നെ കണ്ടത്. അമേരിക്ക തന്നെ $10 മില്യൺ തലക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. നമ്മൾ പാകിസ്ഥാനുമായിട്ട് വിഷയങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി ചായ്വ് പറയുന്നു. ഇതൊക്കെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആഗോളതലത്തിൽ ജിഹാദികള് വലിയ ആഘോഷത്തിലായിരുന്നു. മൗദൂദി ചാനൽ നിങ്ങൾ നോക്കണം. ഈ ഒരു വാർത്തകളൊക്കെയായി ബന്ധപ്പെട്ട് അബൂ മുഹമ്മദ് അൽ ജോലാനിയെ പ്രൊജക്ട് ചെയ്തിട്ട് മൗദൂദികൾ പോലും വിളിച്ചു പറയാ പലതും ഇവിടെ സംഭവിക്കും. അതിന്റെ തെളിവാണ് അബൂ മുഹമ്മദ് അൽ ജോലാനി. അതായത് ഡൊണാൾഡ് ട്രംപ് അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് കൈ കൊടുത്ത സമയത്ത് ആഗോളതലത്തിലാണ് വലിയ പ്രതീക്ഷകൾ അവർക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ലോകമൊത്തമുള്ള ജിഹാദികൾക്ക് വലിയ പ്രതീക്ഷ, എന്തു ചെയ്താലും ഡൊണാൾഡ് ട്രംപിനെ രക്ഷിക്കാനെന്നൊരു പ്രതീതി ആ കൈകൊടുക്കലിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അമേരിക്കയില് ഭീകരാക്രമണം നടത്തിയ ആ ഭീകരന് പോലും അത്തരം ചിന്ത വന്നിട്ടുണ്ടോ എന്നുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ തലസ്ഥാന നഗരിയിൽ പോലുമാണ് ഈ ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. സകലരും തിരിച്ചറിയാം, ഡൊണാൾഡ് ട്രംപും തിരിച്ചറിയണം. ഈ ജിഹാദികളുമായിട്ടുള്ള നിങ്ങളുടെ ഈ കൈകൊടുക്കല് ലോകത്തിന് തന്നെ നാശമേ സംഭവിക്കൂ എന്നുള്ളത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയണം. മറ്റൊരു വാർത്ത, നിലപാടുകളുടെ റിസൾട്ട് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ഭീകരവാദികൾക്കെതിരെ, ജിഹാദികൾക്കെതിരെ ഒരു ഭീകരവാദത്തിന് നേരെയും ഒരു സന്ധിയുമില്ല. അതിനെ എതിർക്കുക മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട്. ആ നിലപാടിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശക്തമായ അന്വേഷണങ്ങൾ നമ്മുടെ രാജ്യത്തിന് പുറത്തോ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു റിസൾട്ടാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു വാർത്തയായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഒരു വിദേശി ഉൾപ്പെടെ 2 ഭീകരരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വലിയൊരു ഭീകരാക്രമണത്തിന് നമ്മുടെ ഡൽഹിയിൽ വലിയ പദ്ധതി പാകിസ്ഥാന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ഭീകരര് ലക്ഷ്യം വെച്ചിരുന്നു. അതാണിപ്പോ തകർത്തിട്ടുള്ളത്. ഒരു നേപ്പാളിയായിട്ടുള്ള അൻസാറുൽ മിയാൻ അൻസാരിയെയും അതേപോലെ തന്നെ ജാർഖണ്ഡ് സ്വദേശി അഖിലാഖ് അസമിനെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അൻസാറുൽ മിയാൻ അൻസാരി എന്ന് പറയുന്ന ഈ ജിഹാദി നേപ്പാളിൽ നിന്ന് ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തറിൽ നിന്ന് ISI ചാരസംഘടനയുമായിട്ട് ബന്ധമുണ്ടാക്കുന്നു. ഈ ഖത്തറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തുന്നു. പാകിസ്ഥാനില് വലിയ രീതിയിൽ പരിശീലനം നേടുന്നു. അതിനുശേഷം നേപ്പാളിൽ നിന്ന് നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ഒരുപാട് ഫോട്ടോ ശേഖരം പോലും ഇവർ എടുത്തു. വലിയൊരു
ഭീകരാക്രമണ പദ്ധതിയാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. മുസമ്മിൽ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്താക്കിയിരുന്നു. ഇതൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നാ ഇപ്പോ നാഷണൽ മീഡിയാസുകളിലൂടെ വാർത്തകൾ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി തന്നെയാ. ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, ഒരു സന്ധിയുമില്ല ഭീകരവാദികൾക്ക് നേരെ, ഒരു സന്ധിയുമില്ല. അതേസമയം ഡൊണാൾഡ് ട്രംപ് അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് കൈ കൊടുത്തു എന്ന് പറയുന്നതും ഒരു രാജ്യ താല്പര്യവും അവിടെ ഇല്ല. ഒരു രാജ്യ താല്പര്യവും അമേരിക്കയുമായിട്ട് ഈ പറയുന്ന സിറിയ ഒരു തരത്തിലും അമേരിക്കക്ക് ഒരു സഹായം പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ് സിറിയ. കച്ചവട താല്പര്യം മാത്രമാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാനും സാധിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ കൈ കൊടുക്കല് ആഗോള തലത്തിൽ ജിഹാദികൾക്കൊരു ശക്തി പകർന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടിയത് അങ്ങ് തലസ്ഥാന നഗരിയായിട്ടുള്ള അമേരിക്കയിലും. നമ്മൾ മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം. മറ്റൊന്നുമല്ല, അതായത് ഇസ്രായേലികളായിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാരെ ഒരു ഭീകരൻ കൊലപ്പെടുത്തുമ്പോൾ ഇവിടെ ഗാസയ്ക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന ആളുകൾ എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് 2 ഉദാഹരണം ഒന്ന് മുന്നോട്ട് വെക്കാം. നമ്മുടെ മൗദൂദി ചാനലിലൊക്കെ ഈ ഭീകരാക്രമണം നടന്നു എന്ന് പറഞ്ഞതൊക്കെ ആഘോഷിക്കാണ് ആളുകൾ കമന്റുകളൊക്കെയായി വന്നിട്ട് ആ വാർത്തയോട്. ഞാൻ ഏതായാലും ആ 2 കമന്റുകളൊന്ന് മുന്നോട്ട് വെക്കാം. ഉദാഹരണത്തിനാണ് ഇതുപോലെ 100 കണക്കിന് കമന്റുകൾ കാണാൻ സാധിക്കും. 2 ജൂത പട്ടികൾ ചത്തു, അത്ര തന്നെ സന്തോഷം. അടുത്ത കമന്റ് ആണ് 2 ഇസ്രായേൽ തീവ്രവാദി പട്ടികൾ ചത്തു, സന്തോഷം മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്രായേലിന്റെ 2 ഉദ്യോഗസ്ഥന്മാർ ഒരു ഭീകരനാൽ കൊല്ലപ്പെട്ട സമയത്ത് അവരെ തീവ്രവാദിയാക്കുക, എന്തൊരു അവസ്ഥയാ. സകലരും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടത് ഈ പറയുന്ന ഇവർക്കൊക്കെ ഈ പറയുന്ന ജൂതന്മാരോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് മതപരമായിട്ട് തന്നെയാ, മറ്റൊന്നുമല്ല. അതായത് തീവ്ര ചിന്താഗതി കൊണ്ടുവരുന്ന ഒരു വെറുപ്പാണ് ഈ പറയുന്ന ജൂതവിരോധം. എന്നിട്ട് ഇവര് വലിയ രീതിയിൽ അതിനെ ആഘോഷിക്കുക. അല്ല, നമ്മുടെ 2 ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടാലും അത് പാകിസ്ഥാനിലെ ആളുകളെ കൊണ്ടാണെങ്കിൽ ഇത്തരം ആളുകൾ ഇത്തരം കമന്റുമായിട്ട് വരുമോ എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. സകല ആളുകളും ചിന്തിക്കേണ്ടതാ. എന്ത് ബന്ധമാണ് ഇവർക്ക് ഈ പറയുന്ന ഭീകരന് വേണ്ടി വാദിക്കുന്നത്? പലസ്തീനുമായിട്ട് നമ്മുടെ രാജ്യത്തിന് ഒരു കുലബന്ധവുമില്ല. നമ്മള് മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള സാധാരണയുള്ള ഒരു ബന്ധം എന്നതിൽ അപ്പുറം ഒരു ബന്ധവും ഈ പറയുന്ന പലസ്തീനുമായിട്ടില്ല. പക്ഷെ കേരളത്തിലെ കുറെ ആളുകൾക്ക് വലിയ ആത്മബന്ധ. പഹൽഗാം ഭീകരാക്രമണത്തെ പോലും ഒന്ന് എതിർത്തു സംസാരിക്കാത്ത ആളുകൾ ഗാസയ്ക്ക് വേണ്ടി ഹമാസിന്റെ പോരാട്ടത്തെ കുറിച്ചും നിരന്തരം ശബ്ദിക്കും. ഇത് വലിയ അപകട. ഇത് നമ്മുടെ കേരളം നേരിടുന്ന, നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു അപകട. നമ്മുടെ രാജ്യത്തെ ഭീകരാക്രമണത്തിനെതിരെ ഒരു അക്ഷരം പറയാതെ ഗാസയുടെ മനുഷ്യത്വം, നമ്മുടെ 26 പേർക്ക് വേണ്ടി മനുഷ്യത്വം പറഞ്ഞ് രംഗത്തിറങ്ങാത്ത ആളുകൾ ഗാസയിലെ മനുഷ്യത്വം പറയുന്ന അതൊരു വലിയ അപകടം തന്നെ. ഇത് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം. 2 ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെടുമ്പോൾ ആഘോഷിക്കുന്ന ഇവർക്കൊക്കെ മനുഷ്യത്വം പറയാൻ എന്ത് അർഹതയാണ് ഉള്ളത്? 2 ഭരണാധികാരികളുടെ കൃത്യമായ നിലപാടിന്റെ റിസൾട്ടുകളും നമ്മൾ വ്യക്തമായിട്ട് തന്നെ ഈ 2 വാർത്തകളോട് കൂടിയിട്ട് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഭീകരവാദ ആക്രമണത്തെ പദ്ധതിയെ തകർത്തതും അതേപോലെ തന്നെ അമേരിക്കയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള വാഷിംഗ്ടണില് ഭീകരാക്രമണം നടന്നതും 2 ഭരണാധികാരികളുടെ നിലപാടിന്റെ റിസൾട്ടാണ്. ഇനിയെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന ജോലാനിമാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് അമേരിക്കക്കും സമാധാനമുള്ള ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊന്ന് ശ്രമിക്കുക.